ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരാണല്ലോ സൈനുൽ ആബിദീൻ. 1000 റക്അത്ത് ദിവസേന നിസ്കരിച്ചിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ വളരെ സുവിദിതമായ ചരിത്രവും സത്യവുമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും ദിവസേന 1000 റക്അത്ത് നിസ്കരിച്ചിരുന്ന മഹാനായിരുന്നു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് ഓടിച്ചവരാരാ? യസീദിന്റെ പട്ടാളം, യസീദിന്റെ കിങ്കരന്മാർ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. യസീദിന്റെ പട്ടാളം മദീനയിൽ അവരുടെ പൊന്നുപ്പയായ വല്യുപ്പയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ വളർത്തുമ്മയായ മഹദിയായ അമ്മായിയും വളർത്തുമ്മയുമായ മഹദിയായ സൈനബ് ബിൻത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ജീവിക്കാൻ സമ്മതിച്ചില്ല. അവസാനം അവർക്ക് മിസ്റിലേക്ക് നാടുവിടേണ്ടി വന്നു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് ഏറെ പുലരികളൊന്നും കഴിയുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഓടിക്കൽ ചരിത്രത്തിൽ പിന്നെ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഇന്നും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാരമുള്ള 2 കാര്യം നിങ്ങളിൽ ഉപേക്ഷിക്കുന്നു. ഖുർആനിലേക്ക് ചേർത്ത് വെക്കുകയാണ് നബിയുടെ കുടുംബത്തെ. അപ്പോൾ തന്നെ അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കേണ്ടേ. കിതാബുല്ലാഹി വഇത്രത്തി എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിന്റെ കലാമല്ലേ. ആ കലാമിലേക്ക് ചേർത്ത് വെക്കാൻ മാത്രം ഇത്രത്താകുന്ന അഹ്ലു ബൈത്തിന് പ്രാധാന്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം വിശദീകരിക്കാനോ വർണ്ണിക്കാനോ ആവുമോ? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അഹ്ലു ബൈത്തിന്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിക്കാനോ വർണ്ണിക്കാനോ കഴിയോ? എന്തുകൊണ്ട്? അത്രയും വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ ഖുർആനിലേക്ക് അതിനെ ചേർത്ത് വെച്ചത്. കിതാബുല്ലാഹി ലൻ യഫ്തരിഖ തറക്തു ഫീകും അസ്സഖലൈൻ, നിങ്ങളിൽ ഏറ്റവും ഭാരമുള്ള 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചു വെക്കുന്നു. ലൻ യഫ്തരിഖ, അത് രണ്ടും വിട്ടുപിരിയുകയേ ഇല്ല. ഹത്താ യരിദ അലയൽ ഹൗള, ഹൗലൻ കരയിൽ ഹൗലിന്റെ അടുക്കൽ എൻ്റെ അടുത്ത് വരുന്നത് വരെയും ഇത് രണ്ടും വിട്ടുപിരിയുകയേ ഇല്ലെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ പ്രാധാന്യമുള്ള അഹ്ലു ബൈത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഖുർആൻ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? എങ്ങനെ നമുക്ക് ഉപകാരപ്പെടും? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കലാമായ ഈ പരിശുദ്ധ ഖുർആനിലേക്ക് ചേർത്ത് വെച്ചതല്ലേ അഹ്ലു ബൈത്തിനെ? ഇതാരാ പറഞ്ഞത്? പുണ്യ റസൂല്. പുണ്യ റസൂൽ ആരാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വകീയമായ താല്പര്യങ്ങൾ പറയാത്ത ആളല്ലേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബിയല്ലേ ഖുർആനിലേക്ക് അഹ്ലു ബൈത്തിനെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഭരണാധികാരികളുടെ മുഷ്കും അവരുടെ അഹങ്കാരവും അവരുടെ സ്വകാര്യമായ താല്പര്യങ്ങളും സ്വകീയ ചിന്തകളും ചരിത്രത്തിൽ അഹ്ലു ബൈത്തിനെ വേട്ടയാടി. പിന്നെ രണ്ടാമതൊരു വിഭാഗവും അഹ്ലു ബൈത്തിനെ വേട്ടയാടി. ഏതാണ് രണ്ടാമത്തെ വിഭാഗം? ആരെങ്കിലും ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു സംഗതിയല്ല ഇത്. സത്യവും യാഥാർത്ഥ്യവും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതല്ലാത്ത ഒരു താല്പര്യവും ഇതിന്റെ പിന്നിലില്ല. രണ്ടാമത്തെ ചില താല്പര്യങ്ങളും അഹ്ലു ബൈത്തിനെ നിരാകരിച്ചു. ഏതാ രണ്ടാമത്തെ താല്പര്യം? പരിശുദ്ധ ഖുർആനെ നേരായി ജനം ഉൾക്കൊള്ളുന്നതിൽ തടസ്സമുള്ള ചില ആളുകൾ. പരിശുദ്ധ ഖുർആനെ നേരായ അന്തസത്തെ ജനം ഉൾക്കൊണ്ടാൽ സ്വന്തം താല്പര്യങ്ങളും സ്വന്തമായി ഉണ്ടാക്കിയ ചില ചിന്തകളും അല്ലെങ്കിൽ അനസ്യൂതമായ ആയിരക്കണക്കായ വർഷങ്ങളായ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഒഴുക്കിന് വിരുദ്ധമായ താല്പര്യങ്ങളും ആശയങ്ങളും വിദ്അത്തുകളും അത് സമൂഹത്തിൽ ചെലവാക്കണമെങ്കിൽ ഖുർആനോട് സയാമീസ് പോലെ ഒട്ടി നിൽക്കുന്ന അഹ്ലു ബൈത്തിനെ ഇല്ലാതെയാക്കണം. കാരണം അഹ്ലു ബൈത്ത് ഏത് കാലഘട്ടത്തിലും ഖുർആനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ അഹ്ലു ബൈത്തിനെ മാറ്റിവെച്ചാൽ മാത്രമേ ഖുർആനിൽ ഇടപെട്ട് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ചിന്തകളും വിഷലിപ്തമായ ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ചില പുത്തൻ കക്ഷികൾ അല്ലെങ്കിൽ തലതിരിഞ്ഞ ഇടപാടുകാരായ ചില ആളുകൾ ഏത് കാലഘട്ടത്തിലും അവരുടെ സ്വരം ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ആ സ്വരവും അതിന്റെ നാശവും സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ വക്താക്കൾ, ആ വക്താക്കൾ എന്ത് ചെയ്യും? ഇത്തരം ഹദീസുകളെ മറപ്പിച്ചു കളയും. ആ ഹദീസുകളിൽ നിന്ന് എപ്പോഴും അവർ സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കും. അതിന് വേറെന്തെങ്കിലും വ്യാഖ്യാനങ്ങളും ദുഷ്ട താല്പര്യങ്ങളും പറയും. പിന്നെയോ അടിസ്ഥാനപരമായി അവർ അഹ്ലു ബൈത്തിനെ വേട്ടയാടും. അവരും അഹ്ലു ബൈത്തിനെ വേട്ടയാടി. 2 വിഭാഗമാണ് അഹ്ലു ബൈത്തിനെ വേട്ടയാടിയത്. ഒന്ന് അധികാരി വർഗം, 2 ബിദ്അത്തിന്റെ കക്ഷികൾ. ആ വേട്ട ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അധികാരികളും ബിദ്അത്തിന്റെ കക്ഷിയും ഒന്നായിരിക്കും,
ചിലപ്പോൾ അധികാരികൾ ബിദ്അത്തിന്റെ കക്ഷികൾ അല്ലെങ്കിൽ പോലും അവർക്ക് അധികാരത്തോടുള്ള ആ ഒരു വല്ലാത്ത അഭിനിവേശം സത്യത്തെ മറപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കും. പിശാച് അവരുടെ മേൽ തലക്ക് ഈ അധികാരത്തിന്റെ മധുരതരമായ സന്തോഷങ്ങളെ അവരുടെ തലയുടെ മുന്നിൽ അടിച്ചു കയറ്റും പിശാച്. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ ബന്ധമുള്ള അഹ്ലു ബൈത്തിനെ അവർ നിരാകരിക്കും. അഹ്ലു ബൈത്ത് ഉണ്ടായാൽ ഈ അധികാരം കൈയാളാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കും. ഈ രണ്ട് കക്ഷികളും ചേർന്നാണ് പലപ്പോഴും അധികാരികൾ, പലപ്പോഴും ബിദ്അത്തിന്റെ കക്ഷികൾ. അത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും നടന്നുകൊണ്ടിരിക്കുന്ന പരക്കെ സാധാരണയായി അറിയപ്പെട്ടിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളാണ്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ നിരാകരിക്കുകയും വേട്ടയാടുകയും ഇല്ലായ്മ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലാണ് പുതിയ സമൂഹം വാർത്തു വരുന്നത്. പുതിയ സമൂഹത്തിന്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗവും കൊടുക്കുന്ന ഒരു ഫ്രെയിമാണ്. ആ രണ്ട് വിഭാഗത്തിന്റെ താല്പര്യത്തിൽ അനുസരിച്ച് ഒരു പുതിയ ഇസ്ലാമിനെ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ് ആധുനിക കാലഘട്ടത്തിലെ ബിദ്അത്തിന്റെ കക്ഷികളും ഭരണാധികാരികളും താല്പര്യക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന്. അല്ലെങ്കിൽ ഭരണാധികാരികൾക്കനുസരിച്ച് അഹ്ലു ബൈത്ത് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ഭരണാധികാരികൾക്കനുസരിച്ച് അഹ്ലു ബൈത്ത് പറയാൻ നിന്നാൽ പിന്നെ അഹ്ലു ബൈത്തിന്റെ തന്മയത്വം അഹ്ലു ബൈത്തിന് നഷ്ടപ്പെട്ടു പോകും. അഹ്ലു ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നാട്ടിൽ നടക്കാതെയാകും. ഖുർആന്റെ ഏറ്റവും വലിയ പ്രയോഗവൽക്കരണത്തിനാണ് അഹ്ലു ബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ലോകം കണ്ട ഉലമാക്കളും സൂഫിയാക്കളും വലിയ വലിയ മുഹദ്ദിസുകളും വലിയ സാഹിദീങ്ങളും എല്ലാം അഹ്ലു ബൈത്തായിരുന്നു. മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അഹ്ലു ബൈത്തിൽ കെങ്കേമനായ മഹാനാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫായി അഹ്ലു ബൈത്തിൽ കെങ്കേമനായ മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അബുൽ ഹസൻ ഷാദുലി, അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി, ഇങ്ങനെ തുടങ്ങുന്ന അഹ്ലു ബൈത്തിന്റെ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാൻ അലവിയിൽ മമ്പൂറമി, ബഹുമാനപ്പെട്ട സയ്യിദ് മദനിയിൽ ഉള്ളാളമി, ഇങ്ങനെ നമ്മൾ ആഗോള തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാം നമ്മൾ പരിശോധിച്ചാൽ ലോകം കണ്ട ദീനിന്റെ ഏറ്റവും വലിയ അഅ്ലാമുകൾ, പർവ്വത സമാനരായി ദീനിനെ ലോകത്ത് ഉയർത്തിപ്പിടിച്ച മഹാന്മാരൊക്കെ അഹ്ലു ബൈത്താണ്. അവരിൽ നിന്നാണ് പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിനെ ലോകം സംശീകരിച്ചിട്ടുള്ളത്. അവനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്തിന് കാണാൻ സാധ്യമല്ല. ഭരണാധികാരികൾ അവരെ നാടുകളിൽ നിന്ന് പുറത്താക്കി. ബിദ്അത്തിന്റെ കക്ഷികൾ അവരെ ചരിത്രത്തിൽ നിന്നും പുറത്താക്കി. എത്രയും ഭീകരമായ ഒരു അബദ്ധമാണ് ബിദ്അത്തിന്റെ കക്ഷികൾ ഉഴിന്നള്ളി നടന്നിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അഹ്ലു ബൈത്ത് കർബലയിൽ മരിച്ചുപോയി, ഇപ്പോൾ അഹ്ലു ബൈത്ത് ഇല്ല. ഇതൊക്കെ എത്ര വലിയ ഭീകരമായ അബദ്ധമാണ്. ചരിത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ അബദ്ധങ്ങളാണ് ഇതെല്ലാം. എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കലും ഇല്ലാതെയാവുകയില്ല. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനും നബി കുടുംബവും തമ്മിൽ ഒരു കാലഘട്ടത്തിലും അന്ത്യനാൾ വരെ ഇല്ലാതെയാവുകയേ ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണത്. അന്ത്യനാൾ വരെ ഹൗദിൻ കരയിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഖുർആൻ വരുന്നത് വരെയും ഖുർആൻ മാനവ സമൂഹത്തിന് മാർഗദർശിയാവും. അതുവരെയും അഹ്ലു ബൈത്ത് ഖുർആനെ പ്രയോഗവൽക്കരിച്ചു കൊണ്ടും ഇരിക്കും. ഇതല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ രണ്ട് കാര്യത്തോടുള്ള ആദരവ് നിലനിർത്തണം. രണ്ട് കാര്യം എന്നാൽ എന്താണ്? പരിശുദ്ധ ഖുർആനും നബി കുടുംബവും. പരിശുദ്ധ ഖുർആനെ ആദരിക്കേണ്ട വിധത്തിൽ ആദരിക്കണമെങ്കിൽ അതിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സമൂഹത്തെ വ്യക്തമായി നാം മനസ്സിലാക്കുകയും അവർക്ക് കൽപ്പിച്ചിട്ടുള്ള, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള പ്രാധാന്യത്തെ നൽകുകയും വേണം. അവർക്കൊരു പ്രാധാന്യം നൽകിയിട്ടില്ലേ? ഉണ്ടല്ലോ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, സൂറത്തു ശൂറയുടെ 23-ാമത്തെ വചനം. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഈ പ്രബോധന വീഥിയിൽ ഒരു പ്രതികൂലിയും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുമില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്നാൽ എൻ്റെ കുടുംബത്തെ നിങ്ങൾ പ്രേമിക്കണം, എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഈ ആയത്തിറങ്ങിയപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഈ ആയത്തിൽ പറഞ്ഞ ആ കുടുംബം ആരാണ്? ഇമാം തബറാനി തങ്ങൾ തന്റെ മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഫഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ഫമൻ ഹും യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ അഹ്ലു ബൈത്ത് ആരാണ് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മറ്റാരുമല്ല, അലിയുൻ വ ഫാത്തിമ വബിനഹുമാ, ഒന്ന് അലിയും ഒന്ന് ഫാത്തിമയും അവരുടെ രണ്ടാളുടെയും മക്കളുമാണ്, മഹാനായ സയ്യിദ്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഇവരല്ലേ, ഈ ശ്രേണിയിലല്ലേ ആ സത്യം വരുന്നത്?
ഇത് ഖുർആന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചവരാണ്. ഇവരെ നിഷ്കാസനം ചെയ്താൽ പിന്നെ ഖുർആന്റെ പ്രയോഗവൽക്കരണം അസാധ്യമാവും. ഒന്ന്, ചരിത്രത്തിൽ അവരെ മാറ്റി നിർത്തിയാലും ഖുർആന്റെ പ്രചാരണം അസാധ്യമാകും. പിന്നെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഖുർആന് മാന വെച്ച് നടക്കാം. അതാണ് ഇന്ന് ആധുനിക ട്രാജഡി. അങ്ങനെ മാന വെച്ച് അങ്ങനെ മുന്നിൽ പോകാം. അതൊരിക്കലും ഖുർആന്റെ പ്രയോഗവൽക്കരണം ആവുകയില്ല. ഖുർആന്റെ പ്രയോഗവൽക്കരണം എന്ന് പറഞ്ഞാൽ മഅ്ദൂനീങ്ങളായ മഹാന്മാരാണ്. ആരാ മഅ്ദൂനീങ്ങൾ? അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി സമ്മതം ലഭിച്ചവരിൽ നിന്ന് സമ്മതം ലഭിച്ചവർ. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം സമ്മതം ലഭിച്ചത് പുണ്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി സമ്മതം ലഭിച്ച ആളുകൾ ബഹുമാനപ്പെട്ട ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആന്റെ പ്രയോഗവൽക്കരണത്തിൽ സമ്മതം ലഭിച്ചവർ എന്നല്ലേ ഈ ഹദീസിന്റെ അർത്ഥം? ഇന്നഹുമാ ലൻ യതഫറഖാ ഹത്താ യരിദ അലയ്യൽ ഹൗൽ എന്ന് പറയുമ്പോൾ ആ ഖുർആന്റെ പ്രയോഗവൽക്കരണത്തിന്റെ സുഗമമായ മാർഗത്തിൽ അത് രണ്ടും ഒന്നു ചേർന്ന് നിൽക്കും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ സമ്മതം ലഭിച്ചത് കൊണ്ടല്ലാതെ പുണ്യ റസൂൽ അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവർ മഅ്ദൂനീങ്ങളായ മശായിഖന്മാരാണ്. ആര്? അഹ്ലു ബൈത്തുൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്ദൂനീങ്ങളായ മശായിഖന്മാരാണ്. അവരിൽ നിന്നാണ് ലോക ചരിത്രത്തിൽ എന്തും ഉണ്ടായിട്ടുള്ളത്. ഏതൊരു നന്മയും എവിടെയെല്ലാം മരിച്ചുപോയ ഹൃദയത്തെ ജീവിപ്പിച്ചിട്ടുണ്ടോ അത് അഹ്ലു ബൈത്താണ്. മരിച്ച ഹൃദയത്തെ ജീവിപ്പിച്ചത് കൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ എന്ന് പേരുണ്ടായത്. ഒരു മുഹയ്യിദ്ദീൻ മാത്രമല്ല, ചരിത്രത്തിൽ കോടിക്കണക്കായ മുഹയ്യിദ്ദീൻമാർ ഉണ്ടായിട്ടില്ലേ? ഇതുപോലെ പ്രാദേശികമായി ജീവിപ്പിച്ചവരുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ജീവിപ്പിച്ചവരുണ്ട്, ചില കാലഘട്ടങ്ങളിൽ ജീവിപ്പിച്ചവരുണ്ട്. മരിച്ചുപോയ ഹൃദയങ്ങളെ ജീവിപ്പിക്കുക എന്ന ധർമ്മം ഏത് കാലഘട്ടത്തിലും നിർവഹിച്ചത് അഹ്ലു ബൈത്താണ്. അതാണ് എന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഭാഷ്യം. എന്തിനാണ് ഈ ഖുർആൻ നൽകിയത്? ഈ ഖുർആൻ എന്നാൽ എന്തിനാണ്? ഖുർആൻ മരിച്ചുപോയ ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് ഇവരുടെ വല്ലിപ്പയാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക്. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഏൽപ്പിച്ചത്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇഹ്യാഉൽ ഖുലൂബ്, ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെയാണ് അല്ലാഹു ഏൽപ്പിച്ചത്. ആ ഹൃദയങ്ങളെ ജീവിപ്പിക്കുക എന്ന കാര്യത്തിന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രത്യേക സമ്മതം ലഭിച്ച വിഭാഗം അഹ്ലു ബൈത്താണ്. ഇൽമിന്റെ കാര്യത്തിൽ അവരുടെ പിതാവായ അലി റളിയല്ലാഹുവിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. അത് എല്ലാവർക്കും അറിയുന്ന സത്യമല്ലേ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ സംസാരിച്ചാൽ ആ വിഷയത്തിൽ രണ്ടാമതെന്ന ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളായിരുന്നുവല്ലോ വലിയ വലിയ ഹഖിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിന്മേൽ സത്യത്തെ സ്ഥാപിച്ചിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഒരു വിഷയത്തിൽ മഹാനായ അലിയുനിൽ മുർത്തദ വിധി പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു അഭിപ്രായം പറയാത്ത ആളായിരുന്നു സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും. അറിയുന്ന കാര്യമാണല്ലോ അത്. സ്വഹാബത്തിലെ ഏറ്റവും വലിയ ഖാദി എന്നറിയപ്പെടുന്ന ആളും ബഹുമാനപ്പെട്ട സയ്യിദ്ന അലിയുനിൽ മുർത്തദയല്ലേ? എന്തുകൊണ്ടാണ് അത്ര വലിയ സ്ഥാനം അവർ അലിയുനിൽ മുർത്തദ തങ്ങൾക്ക് നൽകിയത് റളിയല്ലാഹു അൻഹു? ഖുർആനുമായി അവരുടെ ഈ അഭേദ്യമായ ബന്ധമാണ്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏൽപ്പിച്ചതും. അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതൃപുത്രനാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു, തങ്ങളുടെ മകനായ ഇബ്നു അബ്ബാസ്. അവരെയല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹു മഅല്ലിംഹുൽ കിതാബ് എന്ന് ഏൽപ്പിച്ചത്. അല്ലാഹു മഅല്ലിംഹുൽ കിതാബ്, അല്ലാഹുവേ ഈ കുഞ്ഞുമോനെ നീ ഖുർആൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ഈ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതൃപുത്രനായ ഇബ്നു അബ്ബാസിനല്ലേ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഇൽമിന്റെ പട്ടണത്തിന്റെ വാതിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിൽ വെച്ചത് അലിയുൽ മുർത്തദ തങ്ങളെയല്ലേ റളിയല്ലാഹു അൻഹു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമല്ലേ ഇസ്ലാമിന്റെ ജീവ്. അപ്പോൾ ഇഹ്യാഉൽ ഖുലൂബ് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. ഹബീബായ നബിയിലാണെങ്കിൽ ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതപ്രകാരം അവരുടെ അഹ്ഫാദിലാണ്, അവരുടെ പേരമക്കളിലാണ്. അവരെ നമ്മൾ കാണേണ്ട വിധത്തിൽ കണ്ടില്ലെങ്കിൽ ഖുർആനിക ഇൽമു കൊണ്ട് ഉപകരിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നല്ല നമ്മുടെ ഖൽബ് ഹയാത്താവുകയുമില്ല. ഖൽബ് ഹയാത്താവണല്ലോ, അപ്പോഴല്ലേ ഈമാൻ ഉണ്ടാകൂ. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ അങ്ങേക്ക് കഴിയില്ല എന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? എന്തുകൊണ്ട്? അവർ മരിച്ചവരാണ്, അവർ ചത്തുപോയി.
അപ്പോൾ ഹൃദയങ്ങളെ ജീവിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈമാൻ. ഈമാൻ ഉണ്ടെങ്കിൽ ഹൃദയം ജീവിക്കും. ഈമാൻ ഉണ്ടെങ്കിൽ ഹൃദയം ജീവിക്കും. ഈമാൻ ഇല്ലെങ്കിൽ ഹൃദയം ജീവിക്കില്ല. ജീവിപ്പിക്കാൻ ഏൽപ്പിച്ചതാരെയാ? അഹ്ലു ബൈത്തിനെയല്ലേ? ഇല്ലെങ്കിൽ യതഫറഖാ. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകും. നബി കുടുംബത്തോടുള്ള സ്നേഹവും ഈമാനും പരസ്പര ബന്ധിതമാണ്. നബി കുടുംബത്തോടുള്ള സ്നേഹവും ഈമാനും പരസ്പര ബന്ധിതമാണ്. ഏതെങ്കിലും നിലക്ക് ഹിസ്സൻ ഔ മഅനൻ, ഏതെങ്കിലും നിലക്ക് അഹ്ലു ബൈത്തിനെ ഒരാൾ നിസ്സാരവൽക്കരിച്ചാൽ, ഏതെങ്കിലും ഒരു നിലക്ക് അവരുടെ പ്രാധാന്യത്തെ നമ്മൾ അവമതിച്ചാൽ എന്താണ് സംഭവിക്കുക? അയാളുടെ ഹൃദയം മരിച്ചു. ആ സമൂഹം മരിച്ചു. മരിച്ചുപോയ സമൂഹങ്ങളിൽ ജീവിച്ചവരായി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഹൃദയം മരിച്ചുപോയി, ഹൃദയം മരിച്ചുപോയി. ആ മരിച്ച ഹൃദയത്തോടുകൂടെ ജീവിച്ച് സ്വാലിഹായ അമൽ ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെയുണ്ടല്ലോ, സ്വാലിഹായ അമൽ ചെയ്യണമെങ്കിൽ നിബന്ധനയില്ലേ ഹൃദയം ജീവിക്കണം. അതുകൊണ്ടല്ലേ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ എന്ന് പറഞ്ഞത്. സ്വാലിഹായ അമൽ ചെയ്യണമെങ്കിൽ നിബന്ധനല്ലേ? എന്താണ് ഇപ്പൊ? വഹുവ മുഅ്മിൻ, അവന്റെ ഹൃദയം ജീവിക്കണം. ഹൃദയത്തിന് ജീവനുള്ളതോടുകൂടെ സ്വാലിഹായ അമൽ ചെയ്യണം. എത്ര സ്ഥലത്താണ് ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? എത്ര സ്ഥലത്ത്? വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. നിസാഇൽ 124-ാമത്തെ വചനം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് സൽക്കർമ്മവും അവരനുഷ്ഠിച്ചാൽ അവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകും. പക്ഷെ നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, അവൻ ഹൃദയം ജീവനുള്ളവനായിരിക്കവേ ചെയ്യണം. ഹൃദയത്തിന്റെ ജീവൻ എന്താ? ഹൃദയത്തിന്റെ ജീവൻ ഈമാനും ഹൃദയത്തിന്റെ മരണം കുഫറുമായത് കൊണ്ടല്ലേ ഇന്നക ലാ തുസ്മിഉൽ മൗത മുസ്തഫ നബിയോട് പറഞ്ഞത്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലാ തുസ്മിഉൽ മൗത, പുണ്യ നബിയെ, ഹൃദയം ചത്തുപോയ ആളുകളെ ജീവിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ, ഹൃദയം മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ, ഹൃദയം മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗത. അപ്പോൾ ഹൃദയം ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവര് ഹൃദയം മരിച്ചുപോയി. ആ ഹൃദയം മരിച്ചു എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനം എന്താണ്? ഈമാനില്ലായ്മ. ഹൃദയം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കാര്യം? ഈമാനില്ലായ്മ. ഹൃദയം മരിച്ചു, എന്തുകൊണ്ട് ഈമാനില്ലായ്മ? അപ്പോൾ ഹൃദയം ജീവിക്കൽ, ഈമാൻ ഉണ്ടാകൽ. ഈ ഹൃദയം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട പുണ്യ റസൂലിനെയാണ്. പുണ്യ റസൂൽ സമ്മതം കൊടുത്തത് ആർക്കാണ്? ഖുർആൻ അതിനു വേണ്ടി നൽകിയതല്ലേ. ഖുർആന്റെ പ്രയോഗവൽക്കരണത്തിന് ഏൽപ്പിച്ചതല്ലേ അഹ്ലു ബൈത്തിനെ. അതുകൊണ്ടല്ലേ ലൻ യതഫറഖാ, അത് രണ്ടും വിട്ടുപിരിയുകയേ ഇല്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. ഈ വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ ഇല്ലാതെ അമൽ ചെയ്യുന്നത് എന്തിന്? എത്ര സ്ഥലത്താണ് ഖുർആൻ ഇത് സംബന്ധമായ ആയത്ത് പറഞ്ഞിട്ടുള്ളത്? വമൻ അറാദ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, സൂറത്തുൽ ഇസ്രാഇന്റെ 19-ാമത്തെ വചനം. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. വമൻ അറാദൽ ആഖിറ, ഒരാൾ ആഖിറത്തെ ഉദ്ദേശിച്ചു, വസഅ ലഹാ സഅയഹാ, ആഖിറത്തിന് വേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്തു. പക്ഷെ നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിരിക്കണം. സൂറത്തുൽ ഇസ്രാഇന്റെ 19-ാമത്തെ വചനം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിൻ, സൂറത്തുൽ അംബിയായിലെ 94-ാമത്തെ വചനം. ഇവിടെയെല്ലാം ഹൃദയം ജീവിച്ച ഈമാൻ എന്ന കാര്യത്തെ നിബന്ധനയായി പറഞ്ഞിട്ടല്ലേ സ്വാലിഹായ അമലിനെ പരിഗണിച്ചിട്ടുള്ളൂ. ഹൃദയം ജീവിപ്പിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏൽപ്പിച്ചതാരെ? അതിന് ഖുർആൻ പ്രയോഗവൽക്കരിക്കണം. ഖുർആൻ പ്രയോഗവൽക്കരിക്കേണ്ട വിധത്തിൽ പ്രയോഗവൽക്കരിച്ചാൽ ഹൃദയം ജീവിക്കും. ഖുർആൻ പ്രയോഗവൽക്കരിക്കാൻ ഏൽപ്പിച്ചതാരെയാ? പുണ്യ റസൂലിനെ. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. ആ കർമ്മം പിന്നെ പുണ്യ റസൂൽ ഏൽപ്പിച്ചതാരെയാ? ലൻ യതഫറഖാ الكتاب وعترتي لن يتفرق إنهما لن يتفرقا حتى يرد علي الحوض. ഖുർആനും എന്റെ കുടുംബവും ഒരിക്കലും വിട്ടുപിരിയുകയില്ല. അല്ലാഹു അന്ത്യനാൾ വരെ നൽകുന്ന രണ്ട് അനുഗ്രഹമാണ്, ഒന്ന് ഖുർആനും ഒന്ന് എന്റെ കുടുംബവും. അത് വിട്ടുപിരിയുകയേ ഇല്ല. ഹത്താ യരിദ അലയ്യൽ ഹൗദ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രണ്ട് കാര്യവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധവും കൊണ്ടാണ് നമ്മുടെ ഹൃദയം ജീവിക്കുക. അതിൽ നബി കുടുംബത്തോടുള്ള ബന്ധത്തെ അറുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഓരോരുത്തരും തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കും.
ബിദ്അത്തിന്റെ കക്ഷികൾ ആദ്യമായി അഹ്ലു ബൈത്തുമായുള്ള ബന്ധത്തെ അറുത്തുമാറ്റി. അവർക്കൊരു പ്രാധാന്യവും ഇല്ല എന്ന് പൊതുവേദികളിൽ പ്രസംഗിക്കലും എഴുതലും സർവ്വസാധാരണയായി. അഹ്ലു ബൈത്തിനെ പരമാവധി നിന്ദിച്ചു. അഹ്ലു ബൈത്തിനോട് മനുഷ്യർ കാണിക്കുന്ന ഈ വല്ലാത്ത അഭിനിവേശത്തെ പരമാവധിയും ഇകഴ്ത്താനും ഇല്ലാതെയാക്കാനും കളിയാക്കാനും ശ്രമിച്ചു. നിരീശ്വരവാദികൾ ഈശ്വരവിശ്വാസികളെ കളിയാക്കുന്നത് പോലെയാണ്. നിരീശ്വരവാദികൾ അള്ളാഹുവിനുള്ള വിശ്വാസമുള്ള ദൈവവിശ്വാസികളെ കളിയാക്കുന്നത് പോലെയാണ് മതത്തിന്റെ ഉള്ളിലുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ നബി കുടുംബത്തെ സ്നേഹിക്കുന്നവരെ കളിയാക്കാറുള്ളത്. പലപ്പോഴും അതിന് ആയിരക്കണക്കായ ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവർ നബി കുടുംബത്തോടുള്ള ബന്ധം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അർത്ഥമാറ്റിയവരാണ്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ അവർക്ക് തോന്നിയ ഒരു ഖുർആനായിരിക്കും. ആ തോന്നിയ ഖുർആൻ നരകത്തിലേക്കുള്ള മാനദണ്ഡമായിരിക്കും. മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം അഹ്ലു ബൈത്തായിരുന്നു. എല്ലാം അവർ വലിയ പേദന ഏൽപ്പിച്ചതാണല്ലോ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം റബ്ബനാ വബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം റബ്ബനാ വബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അവരെ ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചത്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഏൽപ്പിച്ചത് ആരെയാണ്? തന്റെ കുടുംബത്തെ. ലൻ യതഫറഖാ ഹത്താ യരിദ അലയൽ ഹൗള്. ബാക്കിയുള്ളവരുടെ കർമ്മ പണിയണ്ട. അപ്പോൾ ബാക്കിയുള്ള ഉലമാഇന്റെ പണിയണ്ട. ആ മഹത്തുക്കളായ അസുഫിയ ആയ അബിരിയ ആയ അത്ഖിയ ആയ വലിയ അസ്കിയ ആയ അത്ഖിയ ആയ അബിരിയ ആയ സുലഹാക്കളായ അഹ്ലു ബൈത്തിനോട് ചേർന്ന് നിൽക്കുക. അഅ്ലാമുൽ ഹുദയായ വലിയ വലിയ ഉലമാക്കളാണ് അവർ. ആ അഅ്ലാമുൽ ഹുദയായ ബഹുമാനപ്പെട്ട അഅ്ലാമുൽ ഹുദയായ മഹത്തുക്കളോട് ചേർന്ന് നിൽക്കുക. അതാണ് മഹാനായ ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് ചേർന്ന് നിന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫീൻ തങ്ങളോട് ചേർന്ന് നിന്നത്. അതുകൊണ്ടാണ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. അബുൽ ഹസൻ ഷാദുരി തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. ഖാജ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട്? അവർ അഅ്ലാമുൽ ഹുദയായ മഅ്ദൂനിയങ്ങളായ മശായിഖന്മാരാണ്. ലൻ യതഫറഖാ ഹത്താ യരിദ അലയൽ ഹൗള്. എന്തെങ്കിലും തലയിൽ സാധനമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ കാര്യം വിശദീകരിക്കുന്നത്. അഹ്ലു ബൈത്തിനെ നമ്മൾ നിരാകരിച്ചാൽ, അവരോടുള്ള ഹൃദയബന്ധത്തെ നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം മരിച്ചു പോകും എന്ന കാര്യത്തിൽ ആ ഹൃദയത്തിൽ പിന്നെ ഖുർആൻ പ്രവേശിക്കില്ല. എന്തുകൊണ്ട്? കിതാബുല്ലാഹി വഇത്രത്തി. ഒരിക്കലും അത് വിട്ടുമാറ്റാൻ കഴിയില്ല. അഹ്ലു ബൈത്തിനെ മാറ്റി വെച്ചാൽ പിന്നെ ഖുർആനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഉപകരിക്കൂല. ഇന്നഹുമാ ലയതഫറഖാ ഹത്താ യരിദ അലയൽ ഹൗള്. പിന്നെ അവർക്ക് സ്വാലിഹായ അമൽ ഉപകരിക്കൂല. എന്തുകൊണ്ട്? ജീവിക്കാത്ത ഹൃദയമായിരിക്കും. ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കില്ല. എത്ര ഹദീസാണ് ഈ വിഷയത്തിൽ പുണ്യ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലു അന്ന റജുലൻ സ്വഫന ബൈന റുക്നി വൽ മഖാം ഫസല്ല വസ്വമ ثم لقي الله وهو مبغض لاهل بيت محمد دخل النار. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ റിപ്പോർട്ടർ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال قال النبي صلى الله عليه وسلم. ബഹുമാനപ്പെട്ട അസ്വാഇഖുൽ മുഹരിഖയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഹബീബായ നബിയിൽ നിന്ന് കേട്ടിരിക്കുന്നു. സ്വഹീഹുൻ അലാ ശർത്തി മുസ്ലിമിൻ എന്ന മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം ദഹബി അടക്കം. ഈ ഹദീസിനെ കുറിച്ച് തിൽഖീസിൽ ബഹുമാനപ്പെട്ട ഇമാം ദഹബി പറയുന്നത് സ്വഹീഹുൻ അലാ ശർത്തി മുസ്ലിമിൻ എന്നാണ്. സ്വഹീഹുൻ അലാ ശർത്തി മുസ്ലിമിൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഷർത്ത് അനുസരിച്ച് ഈ ഹദീസ് സ്വഹീഹാണ്. അങ്ങനത്തെ ഹദീസാണിത്. എന്താണ് ഈ ഹദീസിന്റെ സാരം? നിങ്ങൾ ചിന്തിക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? വളരെ പ്രാധാന്യമുള്ള ഒരു ഹദീസാണ്. ഇമാം ഹാക്കിം തങ്ങളും തന്റെ മുസ്തദറക്കിൽ ഇത് കൊണ്ടുവന്നു. ധാരാളം മുഹദ്ദിസുകൾ കൊണ്ടുവന്നു. ഇമാം ദഹബി തന്റെ തൽഖീസിൽ ഈ ഹദീസിനെ കുറിച്ച് സ്വഹീഹുൻ അലാ ശർത്തി മുസ്ലിമിൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രാമാണികമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട അസ്വാഇഖുൽ മുഹരിഖയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മുസ്തഫ നബി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്? ഫലൗ അന്ന റജുലൻ സഫന ബൈന റൂക്നി വൽ മഖാം.
അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് നിലകൊണ്ടു. ആയുസ് മുഴുവനും അത്രയും പ്രാധാന്യമുള്ള സ്ഥലത്ത്. അതാണല്ലോ പ്രധാനങ്ങളിൽ പ്രധാനമുള്ള സ്ഥലം. ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ ഒരാൾ നിലകൊണ്ടു. ഫസല്ല വസ്വാമ, ആയുസ് മുഴുവനും അവിടെ നിന്ന് നിസ്കരിച്ചു. ആയുസ് മുഴുവനും അവിടെ ഇരുന്ന് നോമ്പോറ്റു. ആയുസ് മുഴുവനും ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട ഹറമുൽ അവലിലെത്തി അവിടെ അങ്ങോട്ട് നിലകൊണ്ടു. ആയുസ് മുഴുവനും, അതും ബഹുമാനപ്പെട്ട പരിശുദ്ധ മക്കായിലെ ഹറമാകുന്ന ഹറമിലെ എവിടെയാണ് അയാൾ നിലകൊണ്ടത്? ബൈന റുക്നി വൽ മഖാം. അത്രയും പ്രധാനമുള്ള സ്ഥലമാണല്ലോ അത്. ബഹുമാനപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെയും മൂലകൾക്കിടയിൽ ഒരാൾക്ക് നിലകൊണ്ടു. ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നിന്നിട്ട് അയാൾ അങ്ങോട്ട് ഫസല്ല വസ്വാമ, ആയുസ് മുഴുവനും അയാൾ നിസ്കരിച്ചു. വസ്വാമ, ആയുസ് മുഴുവനും അവിടെ ഇരുന്ന് അയാൾ നോമ്പോറ്റു. പിന്നെ അയാൾ മരണപ്പെട്ടു. എന്റെ കുടുംബത്തോട് അയാൾ ദേഷ്യം പിടിച്ചവനാണെങ്കിൽ, എന്റെ കുടുംബത്തിന് നൽകേണ്ട ആദരവ് നൽകാത്തവനാണെങ്കിൽ, എന്റെ കുടുംബത്തിന്റെ അർഹതയെ ഹനിച്ചവനാണെങ്കിൽ, എന്റെ കുടുംബത്തിന് പ്രാധാന്യം നൽകണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് എന്റെ കുടുംബത്തെ നിസ്സാരവൽക്കരിച്ചവനാണെങ്കിൽ, എന്റെ കുടുംബത്തെ സ്നേഹിച്ചവരെ പരിഹസിച്ചവനാണെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പൗരോഹിത്യമാവുക? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള പ്രാധാന്യമാണ്. അവർ അവരുടേതായി ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനും തിരുഹദീസും അവർക്ക് നൽകിയ പ്രാധാന്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ 82ാമത്തെ മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്? ചിലപ്പോൾ 820 മജ്‌ലിസിലും ഇരുന്നേക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അത്ര പറഞ്ഞാലും തീരാത്തത്ര ബലിഷ്ഠമായ വിഷയങ്ങളാണ് ഇതുമായി സംബന്ധമായി ഉള്ളത്. പുതിയ സമൂഹം അറിയേണ്ടതുണ്ട്. അദബും മര്യാദയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മുടെ എന്ന് ഇല്ലാതെയായി പോയിരിക്കുന്നു. പ്രാധാന്യം കൊടുക്കേണ്ടവരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ കാണണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഹൃദയം ജീവിക്കുക? അതിന് കഴിയില്ലല്ലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ ഒരാൾ ചെലവഴിച്ചു. സ്വഫന, അവിടെ അങ്ങോട്ട് കൂടിയ അയാൾ. എന്നിട്ടോ ഫസല്ല വസ്വാമ, ആയുസ് മുഴുവൻ അവിടെ നിസ്കരിച്ചു, അവിടെ നോമ്പോറ്റു. എങ്കിലും എന്റെ കുടുംബത്തോട് ദേഷ്യം വെക്കുന്ന നിലയിലാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയതെങ്കിൽ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് നാം ചിന്തിക്കണം. എന്താണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി ലാ യുബഗിദുനാ അഹ്ലൽ ബൈത്തി അഹദുൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹു അൻ-നാർ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു രക്ഷിതാവിന്റെ കൈവശമാണോ ആ രക്ഷിതാവാണേ സത്യം. ലാ യുബഗിദുനാ അഹ്ലൽ ബൈത്തി അഹദുൻ, ഒരാളും ഞങ്ങളോട് ദേഷ്യം പിടിക്കുകയോ ഒരാൾ ഞങ്ങളോട് ശത്രുത വെക്കുകയോ ഇല്ല അദ്ഖലഹു അല്ലാഹു അൻ-നാർ, അവനെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് അല്ലാതെ എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഈ ഒരു പ്രാധാന്യം നമ്മുടെ കൽബിനെ ജീവിപ്പിക്കണമെങ്കിൽ വഹുവ മുഅ്മിൻ, അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്ന് ഒഴിവാണ് എന്നല്ലേ പറഞ്ഞത്? എന്താണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സന്തോഷിക്കുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് പ്രാധാന്യം നൽകുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ മഹാനായ സയ്യിദ്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമയെ കുറിച്ച് ഒരല്പഭാഗം സംസാരിക്കും. ചിലപ്പോൾ കുറച്ച് വിഷയങ്ങൾ അതിൽ പറഞ്ഞേക്കാം. ഈ വിഷയങ്ങൾക്കിടയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇടയിൽ വന്നു പോയതാണ്, എന്നിട്ട് വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കയറി വന്നു. ഇതിനിടയിൽ മഹാനായ സയ്യിദ്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അവരെ കുറിച്ചാണ് ഇനി കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്നത്. എത്ര വന്നാലും അവരുടെ ശഖ്സിയത്തിനെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? പുതിയ ചില പ്രവണതകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വത്തെ നിസ്സാരവൽക്കരിക്കുക എന്ന ചില പ്രവണതകൾ, ചില അപശബ്ദങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കാനിടയായി.
അതിനെ അവർ കാര്യം അറിയാത്തവരാണെങ്കിൽ അവർക്ക് കാര്യം അറിയിച്ചു കൊടുക്കുക എന്നതാണ് ഉദ്ദേശ്യം. കാര്യമറിയാതെയാണ് ചില അപശബ്ദങ്ങൾ ചിലർ പുറപ്പെടുവിച്ചവെങ്കിൽ അവർക്ക് കാര്യം അറിയിച്ചു കൊടുക്കലാണ് ഉദ്ദേശ്യം. മഹാനായ സയ്യിദുന അബൂ ഹനീഫത്ത നുഅ്മാൻ റളിയല്ലാഹു അൻഹു അടക്കം മുതൽ ഇമാം നസായി മുതൽ ഈ കാലഘട്ടം വരെ ഏതൊരു മഹാൻ ഒരു നന്മ പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം അഹ്ലു ബൈത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടോ, ബിദ്അത്തിന്റെ കക്ഷികൾ അവരെ ഷിയാക്കളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ ഒരു യാഥാർത്ഥ്യമായി പറഞ്ഞു എന്നതിൽ അള്ളാഹുവിന്റെ സന്തോഷത്തിന് പാത്രീഭൂതനാവുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഷിയാക്കൾ എന്ന ഒരു മോശപ്പെട്ട വിഭാഗം മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന കാര്യം സത്യവും യാഥാർത്ഥ്യവുമാണ്. അവർ മുസ്ലിം സമുദായത്തിന് ധാരാളം വിനവരുത്തി വച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് അഹ്ലുബൈത്തിന് പ്രാധാന്യം കുറയുകയില്ല. അഹ്ലുബൈത്തിന്റെ പേരിൽ രംഗത്ത് വരികയും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തുകയും ഖുർആനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്ത ഒരു ബിദ്അത്തിന്റെ കക്ഷിയാണ് ഷിയാത്ത്. ആ ഷിയാത്ത് കൊണ്ട് ലോകത്ത് ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയ സത്യമാണ്. അത് കണ്ണും മൂക്കുമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിലും അത് ശരി തന്നെയാണ്. അതുകൊണ്ട് മഹാന്മാരായ അഹ്ലുബൈത്ത് എന്ത് പേടിച്ചു? അഹ്ലുബൈത്തിന്റെ പേരിൽ ചില ആളുകൾ നടനം നൃത്തമാടാൻ വേണ്ടി തോന്നിയാസികൾ ഇറങ്ങിയാൽ അതിന്റെ പേരിൽ സാധുക്കളായ അത്ഖിയ ആയ അബിരിയ ആയ അസുഫിയ ആയ മഹാന്മാരായ സുഹാദീങ്ങളായ ദീനിന്റെ അലാമുൽ ഹുദയായ അഹ്ലുബൈത്ത് എന്ത് പേടിച്ചു? അവരിൽ നിന്നല്ലേ ലോകം ദീനിനെ മനസ്സിലാക്കിയത്, അവരല്ലേ ഖുർആനെ പ്രയോഗവൽക്കരിച്ചത്. ആ മഹാന്മാർ എന്ത് പേടിച്ചു? അതുകൊണ്ട് അതിന്റെ പേര് പറഞ്ഞ് ചില ആളുകൾ ഷിയാത്തിനെ നമ്മുടെ പേരിൽ ആരോപിക്കുമെന്ന് പറഞ്ഞിട്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ശഖ്സിയത്തിനെ അവതരിപ്പിക്കുന്നതിൽ ഭയപ്പെടുകയാണ്. ആ ഭയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതുവരെ പറഞ്ഞ ആരോപണ പേരുകളും ഇനി പറയാനിരിക്കുന്ന ആരോപണ പേരുകളെയും ഭയപ്പെടുന്നില്ല. വിഷയം നേര് പറയുക. സമൂഹം ദജ്ജാലിനെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനിൽ നിന്ന് അറിവിന്റെ യഥാർത്ഥ ഉറവ നഷ്ടപ്പെടുകയും ഈമാന്റെ സൽസരണി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ആ കാലത്ത് നേര് പറഞ്ഞു കൊടുക്കൽ ഉത്തരവാദിത്തമാണ്. അത് ഇലാഹിനോടുള്ള ധർമ്മവും ബാധ്യതയുമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണുമ്പോൾ ഹബീബ റസൂൽ സന്തോഷിക്കലാണ്. എന്ന് പറയുന്ന സന്ദർഭത്തിൽ പുണ്യ റസൂൽ നമ്മളെ കാണുന്ന ആ സന്ദർഭത്തിൽ ഇത് രണ്ടിനെയും ചേർത്ത് വെക്കാൻ അധ്വാനിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് കൗസർ ലഭിക്കുമല്ലോ എന്ന സന്തോഷമാണ്. അല്ലാത്ത ഒരു താല്പര്യവും ഇതിന്റെ പിന്നിലില്ല. ഇതൊക്കെ ഈ രൂപത്തിൽ സംവിധാനിക്കുന്നതിന്റെ പിന്നിൽ ചെലവഴിക്കുന്നവരുമുണ്ട്, അതിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്, അത് കൃത്യമായി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെയെല്ലാം ആ കൗസറിന്റെ കരയിൽ പുണ്യ റസൂൽ പുഞ്ചിരിച്ച് സ്വീകരിക്കലല്ലാത്ത ഒരു താല്പര്യവും ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച ഞാൻ നേരത്തെ പറഞ്ഞൊരു വ്യക്തിയടക്കം ആർക്കുദ്ദേശമില്ല. ധാരാളം ആളുകൾ ഇതൊക്കെ പ്രകാശനമായി കണ്ട് ഈ വിജ്ഞാനം സമൂഹത്തിൽ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ഇതിനിടയിൽ എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പ്രഭാഷണം അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവരുടെയും താല്പര്യം പുണ്യ റസൂൽ കൗസറിന്റെ കരയിൽ പുഞ്ചിരിച്ച് സ്വീകരിക്കൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.